ആ അണുവായുധ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, പിന്നീട് അത് റഷ്യയാണ്, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവർക്ക് മാത്രമായിട്ട് നൽകി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് NCERT പാഠപുസ്തകത്തിലെ ശീതസമര കാലഘട്ടം, ദ കോൾഡ് വാർ ഈറ എന്നുള്ള ഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തെ പറ്റിയും അതുപോലെ തന്നെ ചില ആയുധ നിയന്ത്രണം, ശീതസമരത്തിൽ ക്യൂബ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ചില ആയുധ നിയന്ത്രണങ്ങൾ വന്നിരുന്നു. ആ ആയുധ നിയന്ത്രണങ്ങൾ ഏതൊക്കെയാണ്? LTBTയും MBTയും CTBT പോലുള്ള ആയുധ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ആയുധ നിയന്ത്രണ ഉടമ്പടികൾ, അതായത് ആംസ് കൺട്രോൾ ട്രീറ്റീസ് എന്ത് ചെയ്തു? ശീതസമരത്തിന്റെ ക്യൂബ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം, കാരണം ഇരു വിഭാഗത്തിലും, അതായത് അമേരിക്കയുടെ കയ്യിൽ എത്രമാത്രം ആയുധമുണ്ട്, സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ എത്രമാത്രം ആയുധമുണ്ട് എന്ന് ഇരു വിഭാഗത്തിനും അറിയില്ല. അപ്പം ഒരു അജ്ഞതയാണ്. ഏതെങ്കിലും ഒരു പടയാളിയുടെ അശ്രദ്ധ കൊണ്ട് അവനൊരു കളിബോംബിന്, ചുമ്മാ ഒരു കളിക്ക്, ഒരു രസത്തിന് ഒരു ബോംബ് എടുത്തിട്ട് പൊട്ടിച്ചാൽ എന്ത് ചെയ്യും? ലോകം ഒരു ആണവ യുദ്ധത്തിന്റെ ഭീഷണിയിലാകും. അപ്പോൾ ഒരാളുടെ ഒരു അശ്രദ്ധ കൊണ്ട് ലോകം എന്താണ്, അത്രമാത്രം ഭീകരമായ ഒരു യുദ്ധത്തിലേക്ക് പോകും എന്നുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യപ്പെടുകയാണ്? ഈ ഇരുവിഭാഗവും, അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്താണ്, പരസ്പരം ഒരു ധാരണയിലെത്താനായിട്ട് പരസ്പരം ആയുധങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ നിരായുധീകരണവും ആയുധ നിയന്ത്രണവും, ഈ രണ്ട് ടേമുകൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഡിസാർമമെന്റും അതുപോലെ തന്നെ ആംസ് കൺട്രോളും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. നിലവിലുള്ള ആയുധങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിനെയാണ് നിരായുധീകരണം എന്ന് പറയുന്നത്. അപ്പം ഡിസാർമമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള ആയുധങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഡിസാർമമെന്റ് എന്ന് പറയുന്നത്. ഇനി നിലവിലുള്ള ആയുധങ്ങൾ ഉന്മൂലനം ചെയ്തുകൊണ്ട് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഡിസാർമമെന്റിന്റെ ലക്ഷ്യം. കയ്യിൽ ഉള്ള ആയുധം എത്ര ഭീകരമായ ആയുധമാണ്, അതിനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് എന്താണ്, സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു ഡിസാർമമെന്റിന്റെ, നിരായുധീകരണത്തിന്റെ ലക്ഷ്യം. എന്നാൽ ആയുധ നിയന്ത്രണം എന്താണ്? ആയുധ നിയന്ത്രണം ആയുധങ്ങളുടെ നിർമ്മാണം, വ്യാപനം എന്നിവ നിയന്ത്രിക്കുന്നതിനെ ആയുധ നിയന്ത്രണം എന്ന് പറയാം. പ്രത്യേക നയം, പ്രത്യേക ഇനം പടക്കോപ്പുകളുടെ ഉൽപാദനം, പരീക്ഷണം, വിന്യാസം, ഉപയോഗം എന്നിവ കുറയ്ക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുക എന്നതാണ് അതിൻ്റെ ശ്രമം. അപ്പം ആയുധ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുധങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ വ്യാപനവും എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇനി ഇതുവരെ ഒപ്പുവെക്കപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആയുധ നിയന്ത്രണ ഉടമ്പടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഭാഗിക അണുവായുധ പരീക്ഷണ നിരോധന കരാർ, ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന LTBT. 1963 LTBT വരുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഭാഗിക അണുവായുധ പരീക്ഷണ നിരോധന കരാർ, ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നുള്ള LTBT 1963. 1963 ഓഗസ്റ്റ് 5 മോസ്കോയിൽ വെച്ച് അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഓർത്തു വെക്കുക, LTBTയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ മോസ്കോയിൽ വെച്ച് 1963 ഓഗസ്റ്റ് 5 ഒപ്പുവെക്കുന്നത്. ഒക്ടോബർ 10, അതായത് 1963 ഒക്ടോബർ 10 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഒപ്പുവെക്കുന്നത് ഓഗസ്റ്റ് 5 എങ്കിൽ പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബർ 10. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എന്താണ് LTBT പറയുന്നത്? അന്തരീക്ഷത്തിലും ബഹിരാകാശത്തിലും ജലത്തിനടിയിലുമുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഈ ഉടമ്പടി എന്ത് ചെയ്തു? നിരോധിച്ചു. എന്താണ്? അന്തരീക്ഷത്തിലും ബഹിരാകാശത്തിലും ജലത്തിനടിയിലുമുള്ള ആണവ പരീക്ഷണങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഉടമ്പടിയാണ് LTBT എന്നുള്ളത്. വർഷം 1963 ഓഗസ്റ്റ് 5 ഒപ്പുവെച്ചു, ഒക്ടോബർ 10 നിലവിൽ വന്നു. അടുത്ത ഒരു ആയുധ നിയന്ത്രണ ഉടമ്പടിയാണ് അണുവായുധ നിർവ്യാപന കരാർ, NPT, നോൺ പ്രൊലിഫിക്കേഷൻ ട്രീറ്റി എന്നുള്ളത്. 1968
NPT ഒപ്പുവയ്ക്കപ്പെടുന്നത്? 1968 ജൂലൈ 1 ബ്രിട്ടനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒപ്പുവെച്ചു. 1968 ജൂലൈ 1 ബ്രിട്ടനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒപ്പുവെച്ചു. 1970 മാർച്ച് 5 ഇത് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ NPT പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 1970 മാർച്ച് 5 ഇനി ഇതിൻ്റെ കാലാവധി എത്രയായിരുന്നു? 25 വർഷമായിരുന്നു ഇതിൻ്റെ കാലാവധി. ഇനി 1995 NPTയുടെ കാലാവധി അനിശ്ചിതമായി നീട്ടി. അപ്പോൾ 25 വർഷം കഴിഞ്ഞപ്പോഴത്തേനും 95 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അതിൻ്റെ കാലാവധി എന്ത് ചെയ്തു? അവർ അനിശ്ചിതമായിട്ട് നീട്ടി. ഇനി എന്താണ് ഈ NPTയിൽ പറയുന്നത്? അണുവായുധ നിർവ്യാപന കരാറിൽ എന്താണ് പറയുന്നത്? ആണവായുധങ്ങൾ കൈവശം വയ്ക്കുവാനുള്ള അവകാശം ഈ ഉടമ്പടി അണുവായുധ രാജ്യങ്ങൾക്ക് മാത്രമായി നൽകി. ഓർത്തു വെക്കുക, എന്താണ്? ആണവായുധങ്ങൾ കൈവശം വയ്ക്കുവാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഈ ഉടമ്പടി, ഏതുടമ്പടിയാണ്? NPT എന്ന ഉടമ്പടി അണുവായുധ രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് നൽകി. അണുവായുധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങൾ അവ ആർജിക്കുന്നത് വിലക്കുകയും ചെയ്തു. അണുവായുധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് അവയുടെ വ്യാപനം തടയുകയായിരുന്നു ഈ ഉടമ്പടിയുടെ ലക്ഷ്യം. അതായത് 1968 കാലയളവിൽ ഏതൊക്കെ രാജ്യങ്ങൾക്കാണോ അണുവായുധമുള്ളത് അവരിൽ മാത്രമായിട്ട് അതിനെ ചുരുക്കുന്നു. മറ്റു രാജ്യങ്ങളിലേക്ക് അണുവായുധം വ്യാപിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു ഏത്? NPT എന്നുള്ളത്. 1967 ജാനുവരി 1 മുൻപ് അണുവായുധങ്ങൾ നിർമ്മിക്കുകയോ ഒരു അണുവായുധ വിസ്ഫോടനം നടത്തുകയോ ചെയ്തിട്ടുള്ള രാജ്യത്തെയാണ് അണുവായുധ രാഷ്ട്രമായി പരിഗണിച്ചത്. ഓർത്തു വെക്കുക, എന്താണ്? 1967 ജാനുവരി 1 മുൻപ് അണുവായുധങ്ങൾ നിർമ്മിക്കുകയോ ഒരു ആണവ വിസ്ഫോടനം നടത്തുകയോ ചെയ്തിട്ടുള്ള രാജ്യത്തെയാണ് അണുവായുധ രാജ്യമായി പരിഗണിക്കുന്നത് എന്ന് NPT കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ഇത് പ്രകാരം 5 രാജ്യങ്ങൾ മാത്രമായി അണുവായുധ രാഷ്ട്രങ്ങളായി മാറി. ഏതൊക്കെയാണ്? അമേരിക്ക, സോവിയറ്റ് യൂണിയന്റെ ആസ്ഥാനം പിന്നീട് ആർക്ക് ലഭിച്ചു? റഷ്യക്ക് ലഭിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവർക്ക് മാത്രമായി അണുവായുധം കൈവശം വയ്ക്കുവാനും നിർമ്മിക്കുവാനുമുള്ള അധികാരം. അതാണ് NPT വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ NPTയിൽ അണുവായുധം ആർജിക്കുവാനുള്ള അധികാരവും അവകാശവും ആരിലേക്ക് മാത്രമായി? ചില അണുവായുധ രാജ്യങ്ങളിലേക്ക് മാത്രമായി നൽകി. ഏതൊക്കെയാണ് ആ അണുവായുധ രാജ്യങ്ങൾ എന്ന് പറയുന്നത്? ആ അണുവായുധ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, പിന്നീട് അത് റഷ്യയാണ്, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവർക്ക് മാത്രമായിട്ട് നൽകി. അടുത്തത് തന്ത്രപ്രധാനമായ അണുവായുധങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചർച്ചകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് SALT I എന്നുള്ളത്. SALT I എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1972 SALT I. സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ ടാക്ക് എന്നുള്ളതാണ് SALT I അതിൻ്റെ ഫുൾ ഫോം. തന്ത്രപ്രധാനമായ ആയുധ നിയന്ത്രണ ചർച്ചകളെയാണ് SALT എന്ന് പറയുന്നത്. 1969 നവംബറിലാണ് ഇത് ആരംഭിക്കുന്നത്. 1972 മെയ് 26 സോവിയറ്റ് നേതാവായ ബ്രൂഷ്നോവും അമേരിക്കൻ പ്രസിഡന്റായ റിച്ചാർഡ് നിക്സണും മോസ്കോയിൽ വെച്ച് SALT ഉടമ്പടിയിൽ എന്ത് ചെയ്തു? ഒപ്പുവെച്ചു. അപ്പോൾ SALT എന്താണ്? അതൊരു ചർച്ചയാണ്. ആ ചർച്ചയിലെ വ്യവസ്ഥകളുടെ ഉടമ്പടിയിൽ ആരാണ് ഒപ്പുവെച്ചത്? സോവിയറ്റ് നേതാവായ ബ്രൂഷ്നോവും അമേരിക്കൻ പ്രസിഡന്റായ റിച്ചാർഡ് നിക്സണും അതിൽ ഒപ്പുവെച്ചു. 1972 ഒക്ടോബർ 3 അത് നിലവിൽ വന്നു. ഇതിൽ 2 ഉടമ്പടികൾ ഉണ്ടായിരുന്നു. ഒന്ന്, നിയന്ത്രിത ദൂര മിസൈലുകളുടെ എണ്ണം നിയന്ത്രിക്കുന്ന ABM ഉടമ്പടി. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഉപരോധ ആയുധങ്ങളെ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച ZTBT എന്ന ഉടമ്പടി. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ്? നിയന്ത്രിത ദൂര മിസൈലുകളുടെ എണ്ണം നിയന്ത്രിക്കുന്ന ഉടമ്പടിയാണ് ABM. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഉപരോധ ആയുധങ്ങളെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ഉടമ്പടിയും ഏതിൽ ഒപ്പുവെക്കപ്പെട്ടു? SALT I ഒപ്പുവെക്കപ്പെട്ടു. SALT II സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ ടാക്സ് എന്നുള്ള SALT രണ്ടാമത്തേത് 1979 നടക്കുന്നത്. 1974 SALT ചർച്ചകൾ പുനരാരംഭിച്ചു.
1979 ജൂൺ 28 വിയറ്റ്നാമിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടറും സോവിയറ്റ് നേതാവായ ബ്രൂഷ്നോവും സാൾട്ട് സെക്കൻഡ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. തന്ത്രപ്രധാനമായ മിസൈലുകൾക്കും വിമാനം തുടങ്ങിയ വിക്ഷേപണ ഉപകരണങ്ങൾക്കും ഈ ഉടമ്പടി എന്ത് ചെയ്തു? നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ തന്ത്രപ്രധാനമായ മിസൈലുകൾക്കും വിമാനം തുടങ്ങിയ വിക്ഷേപണ ഉപകരണങ്ങൾക്കും എന്ത് ചെയ്യപ്പെട്ടു? SALT II എന്ത് ചെയ്തു? നിയന്ത്രണം ഏർപ്പെടുത്തി. അടുത്തത് സ്റ്റാർട്ടാണ്. START I സ്ട്രാറ്റജിക് ആംസ് റിഡ്യൂഷൻ ട്രീറ്റി എന്നുള്ളത് 1991 സ്റ്റാർട്ട് വരുന്നത്. START I 1991 ജൂലൈ 31 സോവിയറ്റ് പ്രസിഡന്റ് ആയിരുന്ന മിഖായിൽ ഗോർബച്ചേവും US പ്രസിഡന്റായ ജോർജ് ബുഷ് സീനിയറും മോസ്കോയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് START I എന്നുള്ളത്. ഗോർബച്ചേവും അതുപോലെ തന്നെ ജോർജ് ബുഷ് സീനിയറും കൂടെ ഒപ്പുവെച്ച ഉടമ്പടിയാണ് START I. എന്താണ് ഇത്? പ്രകാരം ഇരു രാജ്യങ്ങളും, അതായത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തന്ത്രപ്രധാനമായ ഉപരോധ ആയുധങ്ങൾ മൂന്നിൽ ഒന്നായി ചുരുക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, എന്താണ് സ്റ്റാർട്ടിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ? എന്താണ്? 1/3 ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ ആയുധങ്ങൾ എത്രയായിട്ട് ചുരുക്കുന്നു? 1/3 ചുരുക്കാനായിട്ട് തീരുമാനിച്ചു. START II 1993 മുതലാണ്. 1993 മുതലാണ് START II വരുന്നത്. 1993 ജാനുവരി 3 റഷ്യൻ പ്രസിഡന്റായ ബോറിസ് യെൽട്സിനും US പ്രസിഡന്റായ ജോർജ് ബുഷ് സീനിയറും മോസ്കോയിൽ വെച്ച് ഒപ്പുവെച്ചു. നേരത്തതും രണ്ടും മോസ്കോയിൽ വെച്ച് തന്നെയാണ്. മറ്റേത് 91 മിഖായിൽ ഗോർബച്ചേവും ജോർജ് ബുഷ് സീനിയറുമാണ് എങ്കിൽ START II 93 ആരൊക്കെ തമ്മിലാണ്? ബോറിസ് യെൽട്സിനും, റഷ്യയുടെ ഭരണാധികാരിയായിട്ട് സോവിയറ്റ് യൂണിയൻ അധപ്പതിക്കുന്നു, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്നു, പകരം റഷ്യ വരുന്നു. റഷ്യയുടെ ഭരണാധികാരിയായ ബോറിസ് യെൽട്സിനും അതുപോലെ തന്നെ ജോർജ് ബുഷ് സീനിയറും ചേർന്ന് ഒപ്പുവെക്കുന്നതാണ് ഏത്? START II എന്ന് പറയുന്നത്. ഇത് പ്രകാരം തന്ത്രപ്രധാനമായ ഉപരോധ ആയുധങ്ങളുടെ എണ്ണം 5/1 ചുരുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ ഉപരോധ ആയുധങ്ങളുടെ എണ്ണം എത്രയായിട്ട് ചുരുക്കാൻ? 5/1 ചുരുക്കാനായിട്ട് തീരുമാനിക്കുന്നതാണ് ഏത്? START II എന്ന് പറയുന്നത്. അടുത്തത് അമേരിക്കൻ ആധിപത്യത്തോടുകൂടി, അല്ലെങ്കിൽ എന്താണ്, ശീതസമര കാലയളവില് ചേരിചേരാ പ്രസ്ഥാനം ഉയർന്നു വരുന്നത്. ശീതസമര കാലഘട്ടത്തിലാണ് ചേരിചേരാ പ്രസ്ഥാനം വരുന്നത്. അതായത് അമേരിക്കയോടും സോവിയറ്റ് യൂണിയനോടുമുള്ള ഇരുധ്രുവ ലോക രാഷ്ട്രീയത്തോട്, ബൈപോളാർ പൊളിറ്റിക്സിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഏത് പ്രസ്ഥാനം ഉയർന്നു വരുന്നത്? ചേരിചേരാ പ്രസ്ഥാനം ഉയർന്നു വരുന്നത്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്നുള്ളത് NAM, NAM. ഈ നാം എന്ന ആശയം ആദ്യമായിട്ട് വെച്ചത് ആരാണ്? മുന്നോട്ട് വെച്ച VK കൃഷ്ണമേനോനാണ്. ഓക്കെ, ഇനി ശാക്തിക ചേരിയിൽ നിന്നും മാറി നിന്ന മൂന്നാം ലോക രാജ്യങ്ങൾ സ്വതന്ത്ര വീക്ഷണം ഉയർത്തിപ്പിടിക്കുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്തു? രൂപം നൽകി. അപ്പം ഇരു ശാക്തിക ചേരികൾ ഉൾപ്പെടാതെ മാറി നിന്ന മൂന്നാം ലോക രാജ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച എന്താണ്? സ്വതന്ത്ര വീക്ഷണം ഉയർത്തിപ്പിടിച്ച ആ മൂന്നാം ലോക രാജ്യങ്ങൾ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഏത്? NAM എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ? 5 പ്രധാനപ്പെട്ട സ്ഥാപകരെ പറ്റി പറയുന്നുണ്ട്. യുഗോസ്ലോവിയൻ പ്രസിഡന്റായ മാർഷൽ ടിറ്റോ, ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദുൽ നാസർ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ സുകർണോ, ഘാനയുടെ പ്രസിഡന്റായ ഖൊമെ എൻക്രൂമ എന്നിവരുടെ സൗഹൃദത്തിൽ നിന്നാണ് ഏത് രൂപപ്പെട്ടത്? ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 5 സ്ഥാപകർ ആരൊക്കെയാണ്? യുഗോസ്ലോവിയയുടെ പ്രസിഡന്റായ മാർഷൽ ടിറ്റോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദുൽ നാസർ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ സുകർണോ, ഘാനയുടെ പ്രസിഡന്റായ ഖൊമെ എൻക്രൂമ എന്നിവർ ചേർന്നാണ് NAM ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിച്ചത്. എന്തായിരുന്നു ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം? നമ്മൾ ഓൾറെഡി ശീതസമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വികസിത രാജ്യങ്ങളുടെ അവരുടെ സ്വാതന്ത്ര്യ വീക്ഷണത്തെ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. എന്നാൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന്, കൊളോണിയലിസത്തെയും സാമ്രാജ്യത്തെയും അവസാനിപ്പിക്കുക. അതായത് കോളനി വാഴ്ചയെയും സാമ്രാജ്യത്വത്തെയും, ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ഭരിക്കുന്ന കൊളോണിയലിസത്തെയും സാമ്രാജ്യത്വത്തെയും അവസാനിപ്പിക്കുക. സാവദേശിക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. നിരായുധീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക. വംശീയതയും വർണ്ണവിവേചനവും അവസാനിപ്പിക്കുക. പുതിയ സാർവദേശിക സാമ്പത്തിക ക്രമം, ഒരു ന്യൂ എക്കണോമിക്കൽ ഓർഡർ കെട്ടിപ്പടുക്കുക. ഇത് ആരുടെ ലക്ഷ്യമാണ്? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളാണ്.
എന്തൊക്കെയാണ്? കൊളോണിയലിസവും സാമ്രാജ്യത്വവും അവസാനിപ്പിക്കുക, ദേശീയ സാവദേശിക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, നിരായുധീകരണം പ്രോത്സാഹിപ്പിക്കുക, വംശീയതയും വർണ്ണവിവേചനവും അവസാനിപ്പിക്കുക, പുതിയ സാർവദേശിക സാമ്പത്തിക ക്രമം ഉണ്ടാക്കിയെടുക്കുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പികൾ ഓരോരുത്തരെ പറ്റിയും ഒരു ചെറിയ ബോക്സിനകത്ത് സ്കൂൾ ടെസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഗമാൽ അബ്ദുൽ നാസർ 1918 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈജിപ്തിന്റെ സൈനിക നേതാവാണ്, രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. 1952 മുതൽ 1970 വരെ അദ്ദേഹം എവിടം ഭരിച്ചു? ഈജിപ്തിനെ ഭരിച്ചു. അറബ് ദേശീയതയും സോഷ്യലിസം, സാമ്രാജ്യത്വ വിരോധം എന്നീ നയങ്ങളിൽ ഉറച്ചു നിന്നു. 1956 സൂയസ് കനാൽ ദേശസാൽക്കരിച്ചത് ആരാണ്? ഗമാൽ അബ്ദുൽ നാസർ ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. 1956 സൂയസ് കനാലിനെ ദേശസാൽക്കരിച്ച ഈജിപ്തിന്റെ ഭരണാധികാരി ആരാണ്? ഗമാൽ അബ്ദുൽ നാസർ ആണ്. ഇത് അന്തർദേശീയ, അതായത് ഈ ഒരു സൂയസ് കനാൽ ദേശസാൽക്കരിച്ചതൊക്കെ എന്താണ്? പിന്നീട് അന്തർദേശീയ സംഘർഷത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നു, ശീതസമരത്തിന്റെ ഭാഗമായി നടന്ന ഒരു പ്രശ്നവുമായിരുന്നു അത്. അടുത്തത് ജോസഫ് ബ്രോസ് ടിറ്റോയാണ്. ടിറ്റോ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ മാർഷൽ ടിറ്റോ എന്ന പേരിൽ നമ്മൾ പഠിച്ചിരുന്നു. അതേ ടിറ്റോ തന്നെയാണ്. 1892 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചു. യുഗോസ്ലോവിയയുടെ പ്രസിഡന്റായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 മുതൽ 1980 വരെയുള്ള കാലയളവിൽ യുഗോസ്ലോവിയയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ പോരാടി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾക്കെതിരെ പടപൊരുതി യുഗോസ്ലോവിയയെ മോചിപ്പിച്ചു. അപ്പൊ ജർമ്മനിക്കെതിരെ പോരാടി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ പോരാടുകയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾക്കെതിരായിട്ട് പടപൊരുതി യുഗോസ്ലോവിയയെ മോചിപ്പിച്ച നേതാവ് ആരാണ്? ജോസഫ് ബ്രോസ് ടിറ്റോയാണ്. അനുയായികൾ അദ്ദേഹം ഏത് പേരിൽ വിളിച്ചു? മാർഷൽ ടിറ്റോ എന്ന പേരിൽ അദ്ദേഹത്തെ വിളിച്ചു. സോവിയറ്റ് യൂണിയന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറായില്ല. സ്റ്റാലിനുമായി അദ്ദേഹം തെറ്റി. ഒരു സ്വതന്ത്ര വിദേശ നയത്തെ രൂപീകരിച്ചു. യുഗോസ്ലോവിയ സോവിയറ്റ് ഉപഗ്രഹമാക്കരുത് എന്ന് അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഒരു നിർബന്ധമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ഒരു കളിപ്പാവയായിട്ട് യുഗോസ്ലോവിയ മാറ്റരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വക്താവായിരുന്നു ആര്? മാർഷൽ ടിറ്റോ. കൊമെ എൻക്രൂമ ഘാനയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ്. ഘാന ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കൊമെ എൻക്രൂമയാണ്. 1952 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിൽ ഘാന ഭരിച്ചിരുന്നു. കോളനി വാഴ്ചയിൽ നിന്നും ഘാനയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. സോഷ്യലിസത്തിന്റെയും ആഫ്രിക്കൻ ഐക്യത്തിന്റെയും വക്താവായിരുന്നു. നിയോ കൊളോണിയലിസത്തെ, അതുപോലെ തന്നെ സാമ്രാജ്യത്തിന്റെ ഉന്നത ഘട്ടമാണ് നിയോ കൊളോണിയലിസം എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? കൊമെ എൻക്രൂമ. അതായത് നിയോ കൊളോണിയലിസം അത് എന്താണ്? ഇപ്പം നമ്മുടെ നാടുകളിൽ പല കമ്പനികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എന്താണ് വ്യവസായ സംരംഭങ്ങൾ വഴി നമ്മുടെ രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പഴയ കൊളോണിയലിസത്തിന്റെ പുതിയ പതിപ്പാണ് ഈ നിയോ ഇമ്പീരിയലിസം അഥവാ നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. അതിനെതിരായിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ് ആര്? കൊമെ എൻക്രൂമ എന്നുള്ളത്. 1966 അദ്ദേഹം വിയറ്റ്നാം സന്ദർശിച്ചുകൊണ്ടിരിക്കെ പട്ടാളം ഘാനയിൽ അധികാരം പിടിച്ചെടുത്തു. ഗിനിയിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. അർബുദ ബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. എന്താണ്? നിയോ കൊളോണിയലിസത്തെ എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? കൊമെ എൻക്രൂമ. അടുത്തത് സുകർണോ ആണ്. ഇന്തോനേഷ്യയുടെ ആദ്യ പ്രസിഡന്റാണ് സുകർണോ. ഇന്തോനേഷ്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആധുനിക ഇന്തോനേഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സുകർണോ. സോഷ്യലിസത്തിൽ വിശ്വസിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു. ബന്ദുങ് സമ്മേളനം, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ ബന്ദുങ് സമ്മേളനം വിളിച്ചു ചേർത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സുകർണോ ആണ്. സുകർണോ ഒരു പട്ടാള അട്ടിമറിയിലൂടെ സുകർണോയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി. ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഐക്യം, അപകോളനീകരണം, ആണവ നിരായുധീകരണം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യം കെട്ടിപ്പടുക്കുന്നതിൽ മികച്ച സംഭാവനകൾ നൽകി. വിശ്വചരിത്ര അവലോകനം, ആത്മകഥ, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ 3 പ്രശസ്ത ഗ്രന്ഥങ്ങൾ രചിച്ചു.
ഓർത്തു വെക്കണേ. വിശ്വചരിത്ര അവലോകനം, ആത്മകഥ, ഇന്ത്യയെ കണ്ടെത്തൽ എന്നിവ ആരുടെ ഗ്രന്ഥമാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥമാണ്. സോഷ്യലിസം, മതേതരത്വം എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ടു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ, അതായത് മൂന്നാം ലോക രാജ്യങ്ങളിലെ വ്യാവസായിക വൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച കച്ചവടത്തിനും വികസനത്തിനുമായുള്ള UN കോൺഫറൻസ്, അതായത് UN കാർട്ട്, അതിന്റെ വേദിയിൽ ഒരു ന്യൂ എക്കണോമിക്കൽ ഓർഡർ, ഒരു പുത്തൻ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു? ചേരിചേരാ പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു. 1972 വികസനത്തിനായുള്ള ഒരു പുതിയ വ്യാപാര നയത്തിലേക്ക്, ടുവേഴ്സ് എ ന്യൂ ട്രേഡ് പോളിസി എന്ന തലക്കെട്ടിൽ UN കാർട്ടറിൽ ഒരു റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിൽ ചില വ്യവസ്ഥകൾ പറയുന്നു. ആ വ്യവസ്ഥകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ആ വ്യവസ്ഥകൾ? അതായത് ആഗോള വ്യാപാര സമ്പ്രദായത്തെ പരിഷ്കരിക്കുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു. എന്തൊക്കെയാണ്? അല്പവികസിത രാജ്യങ്ങൾക്ക്, അതായത് പുതിയതായി സ്വാതന്ത്ര്യം നേടി വരുന്ന അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന മൂന്നാം ലോക രാജ്യങ്ങൾക്ക് അവരുടെ പ്രകൃതി വിഭവങ്ങളുടെ മേൽ നിയന്ത്രണം നൽകുക. അതായത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന വികസിത രാജ്യങ്ങൾക്ക് അവരുടെ പ്രകൃതി വിഭവങ്ങളുടെ മേൽ എന്ത് ചെയ്യണം? ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി കൊടുക്കുക. 2, അല്പവികസിത രാജ്യങ്ങൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിപണികളിൽ സ്വതന്ത്ര പ്രവേശനം അനുവദിക്കുക. അപ്പം വിദേശ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പാശ്ചാത്യ മാർക്കറ്റുകളിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അല്പവികസിത രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രവേശനങ്ങൾ നൽകണം. ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും വ്യാപാരം ദരിദ്ര രാജ്യങ്ങൾക്ക് ഗുണകരമാക്കാനും സഹായകരമാകും. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ വിലക്കുറവിൽ ആർക്ക് നൽകണം? അല്പവികസിത രാജ്യങ്ങൾക്ക് നൽകണം. ഇതെല്ലാം UN കാർട്ടറിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ വ്യവസ്ഥകളാണ്. ഇനി അല്പവികസിത രാജ്യങ്ങൾക്ക് അന്തർദേശീയ സാമ്പത്തിക സ്ഥാപനങ്ങളായ IMFഉം ലോക ബാങ്കിലും ഒക്കെ തന്നെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഒരു പങ്ക് എന്ത് ചെയ്യുക? അവരുടെ വലിയ വായ്പാ പങ്ക് ആർക്ക് കൊടുക്കണം? അല്പവികസിത രാജ്യങ്ങൾക്ക് നൽകണം. അപ്പം അല്പവികസിത രാജ്യങ്ങൾക്ക് അന്തർദേശീയ സാമ്പത്തിക സ്ഥാപനങ്ങളായ IMFഉം ലോക ബാങ്കും ഒക്കെ തന്നെ എന്ത് ചെയ്യണം? വായ്പകൾ നൽകണം. ഇത് UN കാർട്ടിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. വ്യാപാരത്തിന്റെ പുതിയ പാതയിൽ, ടുവേർഡ്സ് ന്യൂ ട്രേഡ് പോളിസി എന്ന ശീർഷകത്തിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്ന 4 വ്യവസ്ഥകളാണ്. ചേരിചേരാ നയത്തിന്റെ സ്വഭാവം കാലക്രമേണ എന്ത് ചെയ്തിരുന്നു? അതിന്റെ മാറ്റങ്ങൾക്ക് വിധേയമായിരുന്നു. അതില് രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അതെന്ത് ചെയ്തു? 1970 എന്ത് ചെയ്തു? ശ്രദ്ധ വരുത്താൻ തുടങ്ങി. അതൊന്ന് ഓർത്തു വെക്കണം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്ത് ചെയ്തു? ആദ്യം ഒരു രാഷ്ട്രീയ സ്വഭാവത്തോടു കൂടി ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ശീതസമരം എന്ന രാഷ്ട്രീയ പ്രശ്നത്തിനെ എതിർത്തുകൊണ്ട്, അല്ലെ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ആ രാഷ്ട്രീയ ആധിപത്യം അവരെ ഏതിലോട്ട് മാറ്റി? സാമ്പത്തികപരമായിട്ടുള്ള ഒരു ആധിപത്യത്തിലേക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക സമ്മർദ്ദ വിഭാഗമായിട്ട് മാറാനായിട്ട് ശ്രമിച്ചു. അതിന്റെ ഒരു ആദ്യ ചുവടുവെപ്പായിരുന്നു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഒരു അവതരണം എന്ന് പറയുന്നത്. 1961 ബെൽഗ്രേഡിൽ വെച്ച പ്രസ്ഥാനത്തിന്റെ ആദ്യ ഉച്ചകോടി നടക്കുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. 70കളിലാണ് എന്ത് ചെയ്തത്? സാമ്പത്തിക പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ചേരിചേരാ പ്രസ്ഥാനം എന്താണ്? ഒരു സാമ്പത്തിക സമ്മർദ്ദ വിഭാഗമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. ശീതസമരം അവസാനിച്ചുവെങ്കിലും ലോകത്തിലെ പഴയ പോലെ തന്നെ പോരാട്ടങ്ങളും സംഘടനകളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. വംശീയത, ആഗോള ഭീകരവാദം, പാരിസ്ഥിതിക പ്രശ്നം, ആയുധ പന്തയം തുടങ്ങിയ ആപൽക്കരമായ പ്രശ്നങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ചേരിചേരാ പ്രസ്ഥാനത്തിന് എന്തുണ്ട്? പ്രശസ്തിയുണ്ട് എന്ന് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വാദിക്കുന്നു. അപ്പോൾ ലോകത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ആയുധപന്തയവും മത്സരങ്ങളും ഭീകരവാദവും ആഗോള ഭീകരവാദവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ്? ചേരിചേരാ പ്രസ്ഥാനത്തിന് കാലിക പ്രശസ്തി ഉണ്ട് എന്ന് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വാദിക്കുന്നു. സ്കൂൾ പാഠപുസ്തകത്തിൽ ശീതസമരത്തിന്റെ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ടൈം ലൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു, കൃത്യമായിട്ട് നോക്കുക. 1947 കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ട്രൂമാൻ സിദ്ധാന്തം പ്രഖ്യാപിക്കുന്നു. അതായത് അമേരിക്ക
രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്തു? ഒരു സിദ്ധാന്തത്തെ പ്രഖ്യാപിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റായ ഹാരിസ് ട്രൂമാനാണ് കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇനി അതിലേക്ക് 1947 52 കാലഘട്ടമായപ്പോഴത്തേക്കും പാശ്ചാത്യ യൂറോപ്പിന്റെ പുനർനിർമ്മാണത്തിന് ഉള്ള എല്ലാ ധനസഹായവും അമേരിക്ക നൽകാം എന്ന ഒരു പദ്ധതിയാണ് മാർഷൽ പദ്ധതി എന്ന് പറയുന്നത്. അതായത് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളെ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ആര് നൽകാം? അമേരിക്ക നൽകാം എന്നുള്ള ഒരു പ്രഖ്യാപനം. ഇതുകൊണ്ട് ലക്ഷ്യമാക്കിയത് എന്താണ്? അമേരിക്കയുടെ സാമ്പത്തിക സഹായം നേടുന്ന പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ചേരിയിലേക്ക് വരും. അവർ നേറ്റോയിൽ അംഗമാകും. അതാണ് അമേരിക്ക ലക്ഷ്യം വെച്ചത്. കാരണം കമ്മ്യൂണിസത്തെ ഒരു കാരണവശാലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വളരാൻ അനുവദിക്കരുത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ട്രൂമാൻ സിദ്ധാന്തവും മാർഷൽ പദ്ധതിയും പ്രഖ്യാപിച്ചത്. 1948-49 കാലഘട്ടത്തിൽ ബെർലിൻ ഉപരോധം, ബെർലിൻ എന്ത് ചെയ്യുന്നു? ഉപരോധിക്കുന്നു. ബെർലിൻ വീതം വെക്കാനായിട്ട്, ജർമ്മനിയെ വീതം വെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. 1950-53 കൊറിയൻ യുദ്ധവും കൊറിയ വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. ശീതസമരത്തിന്റെ ആ ഒരു ടൈം ലൈനാണ് പ്രധാനപ്പെട്ട ഒരു കുറച്ച് സംഭവ വികാസങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. 1954 ദിയാൻ ബിയാൻ ഫു എന്ന സ്ഥലത്ത് വെച്ച് ഫ്രഞ്ച് സൈന്യത്തെ വിയറ്റ്നാംകാർ തോൽപ്പിച്ചു. ജനീവ ഉടമ്പടി 1954 ഒപ്പുവെക്കപ്പെട്ടു. വിയറ്റ്നാം വിഭജിക്കപ്പെടുന്നു. 1954 അതുപോലെ തന്നെ 1975 വിയറ്റ്നാമിൽ ആരിടപെട്ടു? അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടാകുന്നു. 1955 ബാഗ്ദാദ് ഉടമ്പടി, അതായത് സെൻഡോ, ബാഗ്ദാദ് ഉടമ്പടിയാണ് പിന്നീട് സെൻഡോ ആകുന്നത്. സെൻഡോ അതുപോലെ തന്നെ നാം ബന്ദുങ് സമ്മേളനത്തിൽ വെച്ച് 1955 ഏത് രൂപീകരിക്കപ്പെട്ടു? നാം രൂപീകരിക്കപ്പെട്ടു. 1956 സോവിയറ്റ് യൂണിയൻ ഹംഗറിയിൽ ഇടപെടുന്നു. 1956 സൂയസ് കനാലിനെ ദേശസാൽക്കരിക്കുന്നത്. 1961 ക്യൂബയിലെ ബേ ഓഫ് പിഗ് പ്രതിസന്ധി. അമേരിക്ക അയച്ച സൈന്യം ആക്രമണം നടത്തുന്നു. ബെർലിൻ മതിൽ നിർമ്മിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബെർലിൻ മതിൽ നിർമ്മിക്കുന്നു. 1961 ബെർലിൻ മതിൽ നിർമ്മിക്കപ്പെടുന്നത്. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയാണ്. 1962 ഏതാണ്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. 1965 ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. 1968 ചെക്കോസ്ലോവാക്യയിൽ സോവിയറ്റ് യൂണിയൻ ഇടപെടുന്നു. അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇവർ ഇടപെടുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. 1978 1989 കംബോഡിയയിൽ വിയറ്റ്നാം ഇടപെട്ടു. 1979 ആദ്യം. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നു. അത് 1979 പിന്നീട് 89 ഉണ്ട്. ഓക്കെ. 1985 മിഖായിൽ ഗോർബച്ചേവ് റഷ്യയുടെ USSRന്റെ പ്രസിഡന്റ് ആകുന്നു. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്ക അടങ്ങുന്ന പരിഷ്കാരങ്ങൾ, അത് നമ്മൾ അടുത്ത ചാപ്റ്ററിനകത്ത് നമ്മളത് പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇനി 1989 ബെർലിൻ മതിൽ തകർക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. 1961 ബെർലിൻ മതിൽ നിർമ്മിക്കുന്നത്. 1989 ബെർലിൻ മതിൽ തകർക്കപ്പെടുന്നു. കിഴക്കൻ യൂറോപ്പിലെ ഗവൺമെന്റുകൾക്കെതിരെ ജനകീയ കലാപങ്ങൾ ഉയരുന്നു. 1990 ജർമ്മനി ഏകീകരിക്കപ്പെടുന്നു. ജർമ്മനിയെ 4 കഷണങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. ആ വിഭജനം, പശ്ചിമ ജർമ്മനിയും കിഴക്കൻ ജർമ്മനിയും എന്നുള്ള ഒരു വിഭജനം തന്നെ എന്ത് ചെയ്യുന്നു? അവരെ ഏകീകരിക്കുന്നത് എന്നാണ് 1990. 1991 സോവിയറ്റ് യൂണിയന്റെ പതനവും ശീതസമരത്തിന്റെ അന്ത്യവും നടക്കുന്നു. ഇത് ശീതസമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടൈം ലൈനാണ്. ഒരു ചോദ്യം, സ്കൂൾ ടെസ്റ്റിലുള്ള ഒരു ചോദ്യം കൂടെ പരിചയപ്പെടുത്തുന്നു. ശീതസമര കാലത്തെ സംബന്ധിച്ച് താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ തെറ്റേത്? ശാക്തിക ചേരികൾ തമ്മിലുള്ള മത്സരം. ശരിയാണ്, ശാക്തിക ചേരികൾ തമ്മിലുള്ള മത്സരമാണ് ശീതസമരം. പ്രത്യയശാസ്ത്രപരമായ യുദ്ധം, ഐഡിയോളജിക്കൽ വാർ, അതാണ് ശീതസമരം. ശീതസമരം
ആയുധ മത്സരത്തെ ശക്തിപ്പെടുത്തി. ശരിയാണ്, സോവിയറ്റ് യൂണിയന്റെ കയ്യിലും അമേരിക്കയുടെ കയ്യിലുമുള്ള അണുവായുധ മത്സരങ്ങൾ, അണുവായുധം കൂടുതൽ ആർജിക്കാനായിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തി. ദെൻ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും പ്രത്യക്ഷ യുദ്ധത്തിൽ ഏർപ്പെട്ടു. തെറ്റാണ്. ശീതസമരത്തിൽ പ്രത്യക്ഷ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹോട്ട് വാർ ശീതസമരത്തിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ NCERT പാഠപുസ്തകത്തിലെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽ ക്ലാസ്, അതായത് ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോയിരിക്കുന്ന എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പാഠഭാഗം പഠിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്